ഓം ശാന്തി. ഇന്നത്തെ മഹാവാക്യം ബാബ ഓരോ സമയങ്ങളിലായിട്ട് 1969 മുതൽ ഓരോരോ ടൈമിലായി വരുന്ന സമയത്ത് അലസതയെയും അശ്രദ്ധയെയും, അൽബേലാപ്പൻ ആലസ്യ, അലസത, അശ്രദ്ധ, ഇതിനെക്കുറിച്ചുള്ള മഹാവാക്യങ്ങൾ ഉച്ചരിച്ചിട്ടുണ്ടായിരുന്നു മുരളിക്കിടയിൽ. അപ്പോൾ നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് അലസതയെക്കുറിച്ചും അശ്രദ്ധയെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേൾക്കാം. എന്തൊക്കെയാണ് ബാബ നമുക്ക് തരുന്ന ഡയറക്ഷൻ എന്ന്. ബാബ ഇത് 1965 ഉച്ചരിച്ച മഹാവാക്യമാണ്. ആജ് കുമാരി അംക ഇംതിഹാൻ ലേത്തെ. ബാബ ഇന്ന് കുമാരിമാരെ പരീക്ഷിക്കുകയാണ്. സഭി ജോ പുരുഷാർത്ഥ കർ രഹി ഹെ ഉസ്മേ മുഖ്യ 7 ബാतें ധാരൺ കർണി ഹെ. എല്ലാവരും പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ മുഖ്യമായും 7 കാര്യങ്ങളാണ് ധാരണ ചെയ്യേണ്ടത്. 7 കാര്യങ്ങളെ ഉപേക്ഷിക്കണമെന്ന് ബാബ പറയണം. അത് എന്തൊക്കെയാണ് ബാബ ചോദിച്ചു. അപ്പോൾ ഓരോ കുമാരിമാരും അവരവരുടേതായ പോയിൻറ്റ്സ് ബാബയ്ക്ക് കേൾപ്പിച്ചു കൊടുത്തു. ചോഡ്നെ കാ തോ സബി കോ സുനാത്തെ ഹോ. എല്ലാവരും ഉപേക്ഷിക്കേണ്ട കാര്യം കേൾപ്പിച്ചു. 5 വികാർ ഔർ ഉൻകെ സാത്ത് ഛടാ ഹെ ആലസ്യ ഔർ 7വാ ഹെ ഭയ. 5 വികാരങ്ങൾ ഉപേക്ഷിക്കണം. അതിനോടൊപ്പം തന്നെ ബ്രാഹ്മണൻ്റെ 6ാമത്തെ വികാരമാണ് അലസത. പിന്നെ 7ാമത്തേത് ഭയം. ഈ 7 കാര്യങ്ങളെയാണ് ബാബ ഉപേക്ഷിക്കാൻ പറയണത്. 5 വികാരങ്ങൾ പ്ലസ് 6ാമത്തെ വികാരമായിട്ടുള്ള അലസത, 7ാമത്തേത് ഭയം. ഭയക്കാബി ബഡാ വികാർ ഹെ. ഈ ഭയവും വളരെ വലിയ വികാരമാണ്. ശക്തിയും കാ മുഖ്യ ഗുണ ഹി ഹെ നിർഭയ. ശക്തികളുടെ മുഖ്യമായ ഗുണമാണ്, പെൺകുട്ടികളുടെ മുഖ്യമായ ഗുണമാണ് നിർഭയം. ഇസ്ലിയെ ഭയക്കോ ഭി ചോഡ്നാ ഹെ. അതുകൊണ്ട് ഭയത്തെയും ഉപേക്ഷിക്കണം. അച്ഛാ, അബ് ധാരൺ ക്യാ കർണാ ഹെ. ഇപ്പോൾ എന്താണ് ധാരണ ചെയ്യേണ്ടത്? അപ്നെ സ്വരൂപ് കോ ജാന്ന തോ സ്വധർമ്മ സ്വരൂപ് സ്വധർമ്മ സ്വദേശ് സുകർമ്മ स्वलक्ष्य स्वलक्षण और स्वदर्शन चक्रधारी बनना है. ये 7 बातें धारण करनी है. ബാബ 7 കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ പറഞ്ഞു. അതിനോടൊപ്പം 7 കാര്യങ്ങളെ ധാരണ ചെയ്യാനും പറഞ്ഞു. അപ്പോൾ 7 കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടത് 5 വികാരങ്ങൾ പ്ലസ് അലസത പ്ലസ് 7ാമത്തെ വികാരം ഭയം. ഇതൊക്കെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു. അതിന് പകരം 7 കാര്യങ്ങളെ ധാരണ ചെയ്യാനും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സ്വരൂപത്തെ അറിയണമെന്ന് പറയണം ബാബ. തോ സ്വരൂപ് സ്വധർമ്മ സ്വദേശ്. സ്വരൂപം എന്താണ്? ആത്മരൂപം. സ്വധർമ്മം എന്താണ്? ശാന്തി, പവിത്രത, ഇതൊക്കെ സ്വധർമ്മമാണ്. സ്വദേശം ശാന്തിധാമം. സുകർമ്മം ശ്രേഷ്ഠകർമ്മം. സ്വലക്ഷ്യ സ്വലക്ഷൺ, ലക്ഷ്മി നാരായണനെ പോലെ ആകണം. പിന്നെന്താ? സ്വലക്ഷൺ, ലക്ഷണം ധാരണം ചെയ്യണം. സ്വദർശന ചക്രധാരിയാകണം. ഏതൊക്കെയാണ്? അനാദി സ്വരൂപം, ആദി സ്വരൂപം, പൂജ്യസ്വരൂപം, ബ്രാഹ്മണ സ്വരൂപം, ഫരിസ്താ സ്വരൂപം. ഈ
ചക്രം കറങ്ങണം. ഇൻകോ ധാരൺ കർണേ സേ ക്യാ ബനേംഗെ? ഈ 7 കാര്യങ്ങളെ ധാരണ ചെയ്യുന്നതിലൂടെ എന്താകും? ശീതളതാ ദേവിയാകും. കാളിനി ബന്ന, കാളിയാകരുത്. അഭി ശീതളതാ ദേവി ബന്ന ഹെ. ഇപ്പോൾ ശീതളതാ ദേവിയാകണം. കാളി ബന്ന ഹെ വികാരോं के ऊपर. കാളിയാകണം വികാരങ്ങളുടെ മേൽ. അസുരോം കെ സാമനെ കാളി ബന്ന ഹെ. ഈ 5 വികാരങ്ങളാകുന്ന അസുരന്മാരുടെ മുന്നിൽ കാളിയാകണം. അതിനെ നിഗ്രഹിക്കണം, സംഹരിക്കണം. ലേക്കിൻ അപ്നെ ബ്രാഹ്മൺ കുൽ മേ ശീതൾ ബന്ന. എന്നാൽ ബ്രാഹ്മണ കുലത്തിലുള്ളവരോട് ശീതളമായി മാറണം. ഇനി ബാബ 69 തന്നെ ഉച്ചരിച്ച മഹാവാക്യമാണ്. വർത്തമാൻ സമയ മെജോറിറ്റി के पुरुषार्थ की रिजल्ट 75% से कम नहीं होना चाहिए. വർത്തമാന സമയത്ത് മെജോറിറ്റി പുരുഷാർത്ഥത്തിൻ്റെ റിസൾട്ട് 75% കുറയരുത്. ഇത് സ്പാർക്കിൻ്റെ ബുക്കാണ്. സ്പാർക്കിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഓരോരോ ബാബ ഉച്ചരിച്ച മഹാവാക്യങ്ങൾ, ഓരോരോ ടൈമിൽ ഉച്ചരിച്ച മഹാവാക്യങ്ങളുടെ ഓരോരോ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത്. कारण भी सुनना रही है, कोई समय का इंतज़ार कर रही है, कोई समस्याओं का, कोई संबंधों का, कोई फिर अपने शरीर का. ബാബ പറയാണ്, എന്തെങ്കിലും കാരണങ്ങൾ കുട്ടികൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കാറുണ്ട്. ചിലർ സമയത്തിന് കാത്തുകൊണ്ടിരിക്കുന്നു, ചിലർ പുരുഷാർത്ഥം തണുക്കാനുള്ള കാരണം പറയണം, ചിലർ പ്രശ്നങ്ങൾ, ആ പ്രശ്നം ഈ പ്രശ്നം എന്ന് പറയും, ചിലർ സംബന്ധികൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും, ചിലർ തൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ അതിനെക്കുറിച്ച് പറയും. लेकिन जैसे है जो भी सामने है वैसे ही हालतों में इस ही शरीर में हमको संपूर्ण बनना है, ये लक्ष्य रखना है. ഇവിടെ ബാബ ഒരു ഒഴിവ് കഴിവും പറയരുത്. ആ കാരണമെന്നോ ഈ കാരണമെന്നോ പറയരുത്. എന്താണോ സിറ്റുവേഷൻ, എന്താണോ നമ്മുടെ മുന്നിൽ വന്ന സിറ്റുവേഷൻ, എന്താണോ അവസ്ഥ, അതിലിരുന്നു കൊണ്ട്, ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് എനിക്ക് സമ്പൂർണ്ണമാകണം. ഈ ലക്ഷ്യമാണ് വെക്കേണ്ടത്. സാഹചര്യങ്ങളെല്ലാം നെഗറ്റീവാകാം, സംബന്ധികളും നെഗറ്റീവാകാം, ശരീരവും ഫിസിക്കലി അസുഖം തരുന്നതായിരിക്കാം. ഇങ്ങനെയുള്ള സ്റ്റേജിൽ ഇരുന്നു കൊണ്ടും ഈ ശരീരത്തിലിരുന്നു കൊണ്ടും നമുക്കെല്ലാവർക്കും സമ്പൂർണ്ണമാക്കണം. ഈ ലക്ഷ്യമാണ് വെക്കേണ്ടത്. ഒരു ഒഴിവ് കഴിവും പുരുഷാർത്ഥത്തിന് ബാധിക്കരുതെന്ന് പറയുന്നു. പുരുഷാർത്ഥം ആ ഒഴിവ് കഴിവിൻ്റെ ആധാരത്തിൽ ലൂസാക്കരുത്. അഭി കുച്ച് ആധാർ ഹോനെ കെ കാരൺ അധീൻ ബൻ ജാത്ത ഹൈ. ഇപ്പോൾ പലതിൻ്റെയും ആധാരമായതിൻ്റെ കാരണത്താൽ അധീനമായി മാറുന്നു, ഈ കാര്യങ്ങളുടെയൊക്കെ അടിമയായി മാറുന്നു. ബാതോം കെ അധീൻ ഹെ, പ്രശ്നങ്ങളിൽ അടിമപ്പെട്ടിരിക്കുകയാണ്. ഹർ ഏക് അപ്നി അപ്നി കഹാനി അമൃതവേളെ സുനാത്തി ഹെ. അമൃതവേളയ്ക്ക് കുട്ടികൾ അവരവരുടെ കഥകൾ ബാബയുടെ മുന്നിൽ കേൾപ്പിക്കാറുണ്ട്. കോയി കഹത്തെ ഹെ ശരീർ കാ രോഗ് നാ ഹോ തോ ഹം ബഹുത് പുരുഷാർത്ഥ കരെ, കോയി കഹത്തെ ബന്ധൻ ഹഠാ ദോ. അമൃതവേളയിൽ ബാബയോട് എന്താ പറയുന്നത്? ബാബ, ഈ ശരീരത്തിന് ഒരു അസുഖവും ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് നന്നായിട്ട് പുരുഷാർത്ഥം ചെയ്യാമായിരുന്നു. ചിലർ പറയും, ഈ ബന്ധനം അങ്ങ് ഇല്ലാതാക്കി തന്നാൽ എനിക്ക് നന്നായിട്ട് പുരുഷാർത്ഥം ചെയ്യാമായിരുന്നു.
लेकिन ये तो एक बंधन हटेगा दूसरा आएगा. ബാബ എന്താ പറയുന്നത്? നമ്മൾ ഈ ബന്ധനം പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കാര്യം പോയി കഴിഞ്ഞാൽ, ശരിയായി കഴിഞ്ഞാൽ പുരുഷാർത്ഥം ക്ലിയർ ആകും. പക്ഷേ ബാബ എന്താ പറയുന്നത്? ഒരു ബന്ധനം ഇല്ലാതായാൽ അടുത്തത് വരും. തൻക ബന്ധൻ ഹട്ടേക മൻക ആയേക. ശരീരത്തിൻ്റെ ബന്ധനം ഇല്ലാതായാൽ മനസ്സിൻ്റെ ബന്ധനം വരും. മനസ്സിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യർത്ഥ ചിന്തകൾ വരും. അല്ലെങ്കിൽ ധനപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം. അല്ലെങ്കിൽ സംബന്ധികളുടേതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം. ഏതെങ്കിലും ഒന്നും ഉണ്ടാവുമെന്ന് പറയണം ബാബു. ഫിർ ക്യാ കരേങ്കി? അപ്പോൾ പിന്നെ ഏതെങ്കിലും തരത്തിൽ മായ നമ്മുടെ മുന്നിൽ വരും, പ്രശ്നം നമ്മുടെ മുന്നിൽ ഉറപ്പായിട്ടും വരും. അതുകൊണ്ട് അത് കളഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിയാകും, ഇത് നേരെയായി കഴിഞ്ഞാൽ പുരുഷാർത്ഥം റെഡിയാകും. അങ്ങനെ പറഞ്ഞിട്ട് സമയം പാഴാക്കരുതെന്ന് ബാബ നമ്മളോട് പറയണം. ഫിർ ക്യാ കരേങ്കി? ഖുദ് നഹീ ഹട്ടേങ്കി, അപ്നി ഹി ശക്തി സേ ഹട്ടാനെ ഹേ. ഇതൊന്നും സ്വയം നമ്മുടെ മുന്നിൽ നിന്ന് പോവില്ല. ഇത് അവരവർ തന്നെ അവരവരുടെ ശക്തി ഉപയോഗിച്ച് ഈ തടസ്സങ്ങളെ നീക്കം ചെയ്യണം. കൈ समझते हैं बाप दादा हटाएंगे तो या समय प्रमाण हटेंगे. बाप दादा हटाएंगे या समय प्रमाण हटेंगे, परंतु यह नहीं समझना है. ചിലർ മനസ്സിലാക്കിയിരിക്കുന്ന എന്താണ്, വിചാരിച്ചിരിക്കുന്നത് എന്താ? ബാപ് ദാദ ഈ ബന്ധനം ഇല്ലാതാക്കി തരും, അല്ലെങ്കിൽ സമയമാകുമ്പോൾ ഇല്ലാതാകും. പക്ഷെ ബാബ പറയണ അങ്ങനെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. അഭി തോ സമയം നസ്തിക് പഹഞ്ച് ഗയാ ഹൈ. ഇപ്പോൾ സമയം സമീപത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. जिसमें अगर ढीला पुरुषार्थ रहा तो ये पुरुषार्थ का समय हाथ से खो देंगे. ഇപ്പോൾ നമ്മൾ പുരുഷാർത്ഥം തണുത്തിരിക്കുകയാണെങ്കിൽ, സമയം സമീപത്തെത്തിയിരിക്കുകയാണ്, പുരുഷാർത്ഥം നമ്മൾ സ്ലോ ആക്കിയിരിക്കുകയാണെങ്കിൽ ഈ പുരുഷാർത്ഥത്തിൻ്റെ സമയവും നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോകും. अभी तो एक सेकंड एक श्वास मालूम है कितना श्वास चलते हैं. ഇപ്പോഴാണെങ്കിലോ ഓരോരോ സെക്കൻഡും ഓരോരോ ശ്വാസവും, പാപ്പ പറയുന്ന ശ്വാസം അത് എത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നറിയോ? അൻഗിനത്താണ്. ശ്വാസത്തെ നമുക്ക് എണ്ണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓരോരോ ശ്വാസവും ഓരോരോ സെക്കൻഡും സഫലമാക്കണം. അതിനുള്ള സമയമാണ് ഇപ്പോഴുള്ള സമയം. ബാബ എപ്പോഴും മുരളിൽ പറയും ഇങ്ങനെയുള്ള സമയം വരും, ഇങ്ങനെയുള്ള സമയം വരും എന്ന് പറഞ്ഞിട്ടല്ലേ പറയാം. പക്ഷേ ആ സമയം ഇപ്പോൾ വന്നു കഴിഞ്ഞു. अगर कुछ भी अल्पकाल रहा तो जैसे कई बच्चों ने सागर मधुर मिलने की सौभाग्य गवा दिया, वैसे ही एक पुरुषार्थ की सौभाग्य का समय भी हाथ से चला जाएगा. ബാബ പറയണ, അഥവാ നിങ്ങൾ അലസരായിട്ടിരിക്കുകയാണെങ്കിൽ, അന്ന് സാകാര ബാബ ഉണ്ടായിരുന്ന സമയത്ത് പല കുട്ടികളും ആ ഒരു സൗഭാഗ്യം, സാകാര ബാബയുമായിട്ട് കൂടിക്കാഴ്ച നടത്തേണ്ട ആ സമയത്ത് അവരുടേതായ എന്തെങ്കിലും അലസത കൊണ്ട്, അല്ലെങ്കിൽ ആ പ്രശ്നം ഈ പ്രശ്നം എന്ന് പറഞ്ഞ് കാര്യമാക്കാതെ ആ ഒരു സാകാര മിലനത്തിൻ്റെ സമയത്തെ അവർ നഷ്ടപ്പെടുത്തി, ആ ഒരു സൗഭാഗ്യം അവർ നഷ്ടപ്പെടുത്തി. അതേപോലെ തന്നെ പുരുഷാർത്ഥത്തിൻ്റെ സമയമാണിത്. കുറച്ച് കഴിഞ്ഞാൽ പുരുഷാർത്ഥം ചെയ്യാനുള്ള സമയവും നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇസ്ലിയെ പെഹലെ സി ഹി സുനാ രഹേ ഹേ. അതുകൊണ്ട് ആദ്യം തന്നെ ബാബ കേൾപ്പിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്, പുരുഷാർത്ഥ സേ സ്നേഹരക് പുരുഷാർത്ഥിക്ക് ആകെ ബട്ടാവും. പുരുഷാർത്ഥത്തിനോട് സ്നേഹം കാണിക്കുക, പുരുഷാർത്ഥം ചെയ്ത് മുന്നോട്ട് പോകും. പുരുഷാർത്ഥം കൂട്ടാം ബാബ പറയണം. ऊपर से सारा खेल देखते रहते हो,
आप भी देख सकते हो, अगर अपनी ऊंच अवस्था में स्थित होकर देखे तो अपने सहित औरों को भी खेल देखने में आएगा. बाप दादा तो देखते रहते हैं. ऊपर से सारा खेल देखते रहते हैं. മുകളിൽ നിന്ന് ഞാൻ എല്ലാ കളികളും കാണുന്നുണ്ട്. आप भी देख सकते हो, നിങ്ങൾക്കും കാണാൻ സാധിക്കും. अगर अपने ऊंच अवस्था में स्थित होकर देखो, നിങ്ങൾ നിങ്ങളുടെ ഉയർന്ന അവസ്ഥയുടെ സ്ഥിതിയിലിരുന്നിട്ട് നോക്കൂ. तो अपने सहित औरों को भी खेल देखने में आएगा. അപ്പോൾ നമ്മൾ സഹിതം, സ്വയം അവരവരുടെ സഹിതം മറ്റുള്ളവരുടെയും കളികൾ നമുക്ക് കാണാൻ സാധിക്കും. ബാബ്ദാദ എല്ലാവരുടെ കളികളും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്ത മഹാവാക്യം. 3 मिनट का रिकॉर्ड जब भरते हैं तो कितना ध्यान देता है. 3 മിനിറ്റ്, ട്രാഫിക് കൺട്രോൾ എന്ന് പറയുന്നത് 3 മിനിറ്റ് ആണല്ലോ. ആ 3 മിനിറ്റ് പാട്ട് കേൾക്കുമ്പോൾ എത്ര ശ്രദ്ധയോട് കൂടിയിട്ടാണ് എല്ലാവരും എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ട്രാഫിക് കൺട്രോളിൻ്റെ സമയത്ത് 3 മിനിറ്റ് ശ്രദ്ധയോടുകൂടി ബാബയെ ഓർമ്മിക്കാറുണ്ട്. ആപ് സബി ഭി അപ്നെ 21 ജന്മോं का റിക്കാർഡ് ഭർ രഹി ഹൈ. അതേപോലെ നിങ്ങളും നിങ്ങളുടെ 21 ജന്മങ്ങളിലേക്കുള്ള സൗഭാഗ്യത്തിൻ്റെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആത്മാവിൽ മുദ്രണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നിറച്ചുകൊണ്ടിരിക്കുകയാണ്, റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. तो भरते समय बहुत ध्यान रखना है. ഇപ്പോൾ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. रिकॉर्ड में ज़रा भी नीचे ऊपर हो जाता तो वो रिकॉर्ड हमेशा के लिए रही हो जाता है. റെക്കോർഡ് അമർത്തിക്കഴിഞ്ഞാൽ അത് താഴേക്കും മുകളിലേക്കും പോവുകയാണെങ്കിൽ എന്ത് റെക്കോർഡായോ അത് സദാകാലത്തേക്ക് അതിലുണ്ടാകും അല്ലേ. റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ പാട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ശബ്ദം വന്നോ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവിടെ ഷൂട്ടാകുമല്ലോ. അപ്പം അതേപോലെ ഇവിടെയും നമ്മൾ നമ്മുടെ പുരുഷാർത്ഥം മുകളിലേക്കും താഴേക്ക് പോവുകയാണെങ്കിൽ അതൊക്കെ അവിടെ ആത്മാവിൽ റെക്കോർഡായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതൊരിക്കലും മാറ്റാൻ പറ്റില്ല. പിന്നെ കൽപ്പകൽപ്പങ്ങളിൽ അതുപോലെ തന്നെയാണ് റെക്കോർഡിംഗ് നടക്കുക. तुम्हारा भी 21 जन्मों के लिए सत्यु की राजधानी का जो रिकॉर्ड भरता है तो वो रहना हो जाए. ബാബ പറയുന്നത് നിങ്ങളിലും അതേപോലെ 21 ജന്മങ്ങളിലേക്ക് വേണ്ടി സത്യുഗി രാജധാനിയുടെ റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. तो वो रहना हो जाए, रहा हुआ तो फिर दूर हो जाएगा. तो ये सोचना चाहिए हमारे हर कर्म के ऊपर सभी का आंख है. അതുകൊണ്ട് പുരുഷാർത്ഥം ഡള്ളാക്കരുത്. പുരുഷാർത്ഥം ഡള്ളായതാണ് റെക്കോർഡ് ചെയ്തതെങ്കിൽ, അലസതയാണ് റെക്കോർഡ് ചെയ്തതെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും? പദവിയിൽ നിന്നും ദൂരെയാകും. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ ഓരോ കർമ്മത്തിൻ്റെ മേലും എല്ലാവരുടെയും കണ്ണുകളുണ്ട്. एक्टर्स जब देखते हैं कि हमको सभी देख रहे हैं तो खास अटेंशन रखता है ना. സ്റ്റേജിൽ നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ടേഴ്സ് എല്ലാവരും എന്ത് ചെയ്യും? വളരെ കെയർഫുള്ളായിട്ടായിരിക്കും അവർ ഓരോ കാര്യങ്ങളും ചെയ്യാം. कोई देखने वाला नहीं होता है तो अलबेलापन रहता है. ആരും നോക്കാനില്ലെങ്കിൽ എന്താകും? അലസമായിട്ടിരിക്കും. तो हमेशा समझना चाहिए हम भले अकेलापन में कुछ करते हैं तो भी सृष्टि के सामने है. അതുകൊണ്ട് നമ്മൾ സൃഷ്ടി നാടകമാകുന്ന സ്റ്റേജിലാണ്. നമ്മൾ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നതെങ്കിലും നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുവോ സൃഷ്ടിയുടെ മുന്നിലാണ് ചെയ്യുന്നത്. ഈ മുഴുവൻ സൃഷ്ടിയും അനുകരണം ചെയ്യും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സൃഷ്ടിയുടെ മുന്നിൽ
മാതൃകയായിട്ട് മാറുകയാണ്, ഉദാഹരണമായിട്ട് മാറുകയാണ്, നല്ലതായാലും ചീത്തയായാലും. സാരി സൃഷ്ടിക്ക് ആത്മയും ചാരോ ഓർസെ ഹമേ ദേഖ് രഹി ഹെ. ഈ മുഴുവൻ സൃഷ്ടിയിലെ ആത്മാക്കളും 4 ഭാഗത്തു നിന്നും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിരിക്കുന്നത് ഒറ്റയ്ക്കായിരിക്കാം, പക്ഷേ നമ്മളുടെ എന്ത് കർമ്മവും ഈ മുഴുവൻ സൃഷ്ടിയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ബാബ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ബാബ പറയാണ്, സുസ്തി കാ മീഠാ രൂപ ആലസ്യം. മടിയുടെ മധുരമായ രൂപം ആലസ്യമാണെന്ന് ബാബ പറയാണ്. സഭി പുരുഷാർത്ഥി ഹി യഹാ ബൈഠേ ഹോ. ഇവിടെ എല്ലാവരും പുരുഷാർത്ഥികളാണ് ഇരിക്കുന്നത്. ഐസെ കോയി ഹോഗ ജോ കഹേ മേ പുരുഷാർത്ഥി നഹി ഹൂം. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പുരുഷാർത്ഥിയല്ല എന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടോ? പുരുഷാർത്ഥി ഹോത്തെ ഹുയേ ബി കമി ക്യോ. പുരുഷാർത്ഥി ആയിട്ടും എന്തുകൊണ്ടാണ് കുറവ്? കാരണം എന്താണ്? അന്തർമുഖ രഹന ചാഹത്തെ ഹുയേ ബി ക്യോ രഹി നഹി സക്താ ഹെ. അന്തർമുഖി ആയിരിക്കാൻ ആഗ്രഹിച്ചിട്ടും എന്തുകൊണ്ട് അന്തർമുഖിയാകാൻ കഴിയുന്നില്ല? ബാഹർ മുഖദാമേ ബി ക്യോ ആ ജാത്താ ഹെ. എന്തുകൊണ്ടാണ് ബാഹർ മുഖതയിലേക്ക് വന്നിരിക്കുന്നത്? ജ്ഞാനി തോ ആത്മാ ബി തോ സബി ബനെ ഹെ. എല്ലാവരും ജ്ഞാനി തോ ആത്മാക്കളായി മാറി. ജ്ഞാനി തോ ആത്മാ സമझदार बनते हुए फिर बेसमझ क्यों बन जाता है. വിവേകശാലി ആയിട്ട് പോലും अंतर्मुख रहना चाहते हुए भी क्यों नहीं रह सकते हैं. അന്തർമുഖിയാകാൻ ആഗ്രഹിച്ചിട്ടും എന്തുകൊണ്ട് ഇരിക്കാൻ സാധിക്കുന്നില്ല? അന്തർമുഖിയായിരിക്കാൻ സാധിക്കുന്നില്ല. ബാഹർമുഖതയിൽ എന്തുകൊണ്ടാണ് വരുന്നത്? ദേഹവും ദേഹധാരികളുടെ ഓർമ്മയിൽ വ്യർത്ഥ ചിന്തനത്തിൽ എന്തുകൊണ്ടാണ് വരുന്നത്? അന്തർമുഖിയായിരിക്കുക അർത്ഥം പോസിറ്റീവ് വിചാരങ്ങളിൽ ഇരിക്കുക. ജ്ഞാനി തോ ആത്മാബി തോ സബി ബനെ ഹെ. എല്ലാവരും ജ്ഞാനി തോ ആത്മാവായി കഴിഞ്ഞു. ജ്ഞാനി തോ ആത്മാ സമझदार बनते हुए. ജ്ഞാനി തോ ആത്മാവ് വിവേകശാലിയായിട്ട് പോലും പിന്നീട് എന്തുകൊണ്ടാണ് ഫിർ ബേസംझ ക്യോ ബൻ ജാത്തെ ഹെ. എന്തുകൊണ്ടാണ് പിന്നീട് വിവേകശൂന്യരായിട്ട് മാറുന്നത്? സമझ തോ മിലി ഹെ. എല്ലാവർക്കും വിവേകം കിട്ടി. സമझ കാ കോഴ്സ് ബി പൂരാ ഹോ ചുക്കാ ഹെ. വിവേകത്തിൻ്റെ കോഴ്സും പൂർത്തിയായി കഴിഞ്ഞു. കോഴ്സ് പൂരാ ഹോ ഗയാ സമझदार ബൻ ഹി ഗയേ ഹെ. കോഴ്സ് പൂർത്തിയായി അർത്ഥം വിവേകശാലിയായി എന്നർത്ഥം. ഫിർ ഭി ബേസംझ ക്യോ ബൻതേ ഹെ. പിന്നെ എന്തുകൊണ്ടാണ് വിവേകശൂന്യരായി മാറിയിരിക്കുന്നത്? 7 ദിവസത്തിൻ്റെ കോഴ്സ് കേട്ടു, അർത്ഥം വിവേകം ഉള്ളവരായി തീർന്നു. പിന്നെ എന്തുകൊണ്ടാണ് വിവേകശൂന്യരായി മാറുന്നത്? ബാബ ചോദിക്കണം. തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞു. മുഖ്യ കാരണം യഹ് ദേഖാ ജാതാ ഹെ കോയി കോയി മേ അൽബേലപ്പൻ ആ ഗയാ ഹെ. പ്രധാനപ്പെട്ട കാരണം ഇതാണ്, പല കുട്ടികളിലും അലസത വന്നിട്ടുണ്ട്. ജിസ്കോ സുസ്തി കഹത്തെ ഹെ. ഇതിനാണ് മടി എന്ന് പറയുന്നത്. സുസ്തി കാ മീഠാ രൂപ ഹെ ആലസ്യം. മടിയുടെ മധുരമായ രൂപമാണ് ആലസ്യം. ആലസ്യ ഭി കൈ പ്രകാർ കാ ഹോത്താ ഹെ. അലസതയും പല പ്രകാരത്തിലുള്ളതുണ്ട്. तो मेजोरिटी में किसी न किसी रूप में आलस्य और अलबेलापन आ गया है. പലരിലും ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ അലസതയും അശ്രദ്ധയും വന്നിട്ടുണ്ട്. इच्छा भी है, पुरुषार्थ भी है, लेकिन अलबेलापन होने कारण जिस तरह से पुरुषार्थ करना चाहिए वो नहीं कर पाते हैं. പുരുഷാർത്ഥം ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ അശ്രദ്ധയുള്ളതിൻ്റെ കാരണത്താൽ ജിസ് തരസേ പുരുഷാർത്ഥ കാരണം ഏത് രീതിയിൽ പുരുഷാർത്ഥം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ രീതിയിൽ ചെയ്യാൻ കഴിയുന്നില്ല. ബുദ്ധി മേ ജ്യാദാ ജ്ഞാൻ ആ ജാത്താ ഹെ.
तो उससे फिर ज़्यादा अलबेलापन हो जाता है. ബുദ്ധിയിൽ കൂടുതലായിട്ടും ജ്ഞാനം ഉണ്ടെങ്കിലും तो उससे അതിലൂടെയും കൂടുതലായിട്ട് അലസത അശ്രദ്ധ ഉണ്ടാവും. जो अपने को कम समझदार समझते हैं वो फिर भी तीव्र पुरुषार्थ कर रहे हैं. എനിക്ക് നിറയെ ജ്ഞാനമുണ്ട് എന്ന് പറയുന്നവർ അവരെന്ത് ചെയ്യുന്നു? അശ്രദ്ധകളെല്ലാം കാണിക്കാറുണ്ട് കൂടുതൽ. പക്ഷേ കുറച്ച് മാത്രം ജ്ഞാനമുള്ള കുട്ടികൾ നന്നായിട്ട് പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബാബ പറയുന്നത് വെറും പുരുഷാർത്ഥമല്ല അവർ ചെയ്യുന്നത്, തീവ്ര പുരുഷാർത്ഥം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. लेकिन जो अपने को ज़्यादा समझदार समझते हैं वो ज़्यादा अलबेलापन में आ गए हैं. ബാബ പറയണ എന്നാൽ സ്വയത്തെ ആരാണോ വിവേകശാലിയാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, വിചാരിച്ചിരിക്കുന്നത്, അവർ കൂടുതലും അലസതയിലേക്ക് അശ്രദ്ധയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. जैसे पहले पहले पुरुषार्थ की धड़पन थी ऐसे बनकर दिखाएंगे, ये करके दिखाएंगे. अभी वो धड़पन ख़त्म हो गई है. തുടക്കത്തിൽ വന്ന സമയത്ത് നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്തിരുന്നു. ഐസെ ബൻകർ ദിഖായെങ്കി വോ ഏ കർക്കെ ദിഖായെങ്കി, ഞാൻ അങ്ങനെ ചെയ്ത് കാണിക്കും ഇങ്ങനെ ചെയ്ത് കാണിക്കും. പക്ഷേ ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത്? ആ ഒരു ദാഹമെല്ലാം ഇല്ലാതായിരുന്നിരിക്കുന്നു. तृप्ति हो गई है, अपने आप से तृप्त हो गई है. ज्ञान तो समझ लिया, सर्विस तो कर रही है, चल ही रही है. അവരവരുടെ പുരുഷാർത്ഥത്തിൽ അവർ തൃപ്തരായി കഴിഞ്ഞിരിക്കുകയാണ്. ഞാനല്ലേ, എനിക്ക് മനസ്സിലായി കഴിഞ്ഞു, സർവീസൊക്കെ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നന്നായിട്ട്. ഏ തൃപ്ത ആത്മാ ഇസ് രൂപസേ നഹി ബന്ന ഹെ. ബാബ പറയുന്നു, ഇങ്ങനെ നിങ്ങൾ തൃപ്ത ആത്മാവാകരുത്, ഈ രൂപത്തിൽ നിങ്ങൾ തൃപ്ത ആത്മാവാകരുത്. പുരുഷാർത്ഥമേ തടപ്പ് ഹോനാ ചാഹിയെ, ജൈസെ ബാന്ധവലിയം തടഫ്തി ഹെ तो പുരുഷാർത്ഥ भी തീവ്ര करना है. പുരുഷാർത്ഥത്തിൽ എങ്ങനെയായിരിക്കണം? വളരെയധികം തീവ്രത കൊണ്ടുവരണം. എങ്ങനെയാണോ ഈ ബന്ധിതരായിട്ടുള്ളവർ അവർ പുരുഷാർത്ഥത്തിന് വേണ്ടി ദാഹിക്കുന്നത്, അവരുടെ പുരുഷാർത്ഥം വളരെ ഫാസ്റ്റാണ്, അതുപോലുള്ള പുരുഷാർത്ഥമാണ് ചെയ്യേണ്ടത്. ജ്ഞാനം കേൾക്കാൻ ക്ലാസ്സിനൊന്നും വിടാതെ ബന്ധനത്തിൽപ്പെട്ട് കിടക്കുന്ന അമ്മമാർ ഓരോ നിമിഷവും ബാബയുടെ ഓർമ്മയിലായിരിക്കും അവർ ചെലവഴിക്കുന്നത്. और जो बांधली नहीं वो तृप्त होती है तो अलबेला हो जाता है. ആർക്ക് ബന്ധനമൊന്നുമില്ലയോ അവർ അവരുടേതായ രീതിയിൽ പുരുഷാർത്ഥം ചെയ്തിട്ട് അവർ തൃപ്തരായിരിക്കുകയാണ്. അത് പക്ഷേ ബാബ പറയുന്ന അലസതയാണ്, അശ്രദ്ധയാണത്. ഐസെ റിസൾട്ട് മെജോറിറ്റി പുരുഷാർത്ഥിയും കോ ദേഖ്നെ ആത്തി ഹെ. ഇങ്ങനെയുള്ള പുരുഷാർത്ഥത്തിൻ്റെ റിസൾട്ടാണ് ഞാൻ കൂടുതൽ പേരിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. പുരുഷാർത്ഥത്തിനോടുള്ള ദാഹമൊക്കെ തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ഹമേഷ സംജോ കി ഹം നമ്പർ 1 പുരുഷാർത്ഥി ബൻ രഹി ഹെ, बन नहीं गए हैं. तीनों काल का ज्ञान बुद्धि में आने से अपने को ज़्यादा समझदार समझते हैं. पहले भी सुनाया था ना, जहाँ बालक बनना चाहिए वहाँ बालक बनना है, वहाँ मालिक बन जाता है. वहाँ मालिक बनना चाहिए वहाँ बालक बन जाता है. ബാബ പറയണ കുട്ടികളോട് എങ്ങനെയായിരിക്കണം, എവിടെയാണോ കുട്ടിയാകേണ്ടത് അവിടെ പക്ഷേ കുട്ടികൾ അധികാരിയാകുന്നു, എവിടെ അധികാരിയാകണോ അവിടെ കുട്ടിയായി മാറുന്നു. तो अभी बच्चे रूप का मीठा मीठा पुरुषार्थ तो कर रहे हो. ബാബ പറയുന്ന കുട്ടികൾ ഇപ്പോൾ കുട്ടികളുടെ രൂപത്തിലുള്ള പുരുഷാർത്ഥമാണ്, മധുരമധുരമായ പുരുഷാർത്ഥമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജ്യക്ക് അധികാരി തോ ബൻ ഗയി, രാജ്യ അധികാരിയായി കഴിഞ്ഞു. തിലക് ബി ആ ഗയ, തിലകവും കിട്ടിക്കഴിഞ്ഞു. ലേക്കിൻ ഏ ടീല ഔർ പുരുഷാർത്ഥ മീഠാ പുരുഷാർത്ഥ കബി നഹി ചൽ സക്താ ഹെ. അപ്പോൾ ബാബ പറയാണ്, ഔർ ജോ ബാന്ധോലി നഹി വോ തൃപ്ത് ഹോത്തി ഹെ तो अलबेला हो जाता है. ആരാണോ
സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുന്നത്, ബന്ധനമൊന്നുമില്ലാത്തത്, അവരുടെ അലസമായ പുരുഷാർത്ഥത്തിൽ കിടക്കുകയാണ്, അലസരായിരിക്കുകയാണ്, അശ്രദ്ധരായിരിക്കുകയാണ്. ऐसे റിസൾട്ട് മെജോറിറ്റി പുരുഷാർത്ഥിയും की देखने में आते हैं. ഇങ്ങനെയുള്ളൊരു റിസൾട്ടാണ് മെജോറിറ്റി പുരുഷാർത്ഥികളിൽ കാണാൻ കഴിയുന്നെന്ന് ബാബ പറയണം. ഹമേഷ സമझो. അതുകൊണ്ട് നിങ്ങളെപ്പോഴും വിചാരിക്കണം, ഹം നമ്പർ 1 പുരുഷാർത്ഥി ബൻ നഹി ഗയേ ഹെ. ചിലരിങ്ങനെ വിചാരിക്കാറുണ്ട്, നമ്പർ 1 പുരുഷാർത്ഥി ആയിക്കൊണ്ടിരിക്കുകയാണ്, ആയിക്കഴിഞ്ഞിട്ടില്ല. തീനോ കാലം കാ ജ്ഞാൻ ബുദ്ധിമേ ആനസേ, 3 കാലങ്ങളുടെ ജ്ഞാനം ബുദ്ധിയിൽ വരുന്നതിലൂടെ സ്വയം വിചാരിക്കുകയാണ് ഞാൻ നല്ല വിവേകശാലിയാണെന്ന് വിചാരിക്കുകയാണ്. ബാബ പറയാണ്, അതുകൊണ്ട് എവിടെയാണോ അധികാരി ആകേണ്ടത് അവിടെ, കുട്ടിയാകേണ്ടവിടെ അധികാരിയാകുന്നു, അധികാരിയാകേണ്ടവിടെ കുട്ടിയായിത്തീരുന്നു കുട്ടികൾ. അതുകൊണ്ട് ഇപ്പോൾ പുരുഷാർത്ഥത്തിൻ്റെ രൂപത്തിൽ മധുരമധുരമായ പുരുഷാർത്ഥമാണ്, കുട്ടികളുടെ രൂപത്തിൽ മധുരമധുരമായ പുരുഷാർത്ഥമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ അധികാരിയായിക്കഴിഞ്ഞു, തിലകവും കിട്ടിക്കഴിഞ്ഞു. ലേക്കിൻ ये टीला और पुरुषार्थ मीठा पुरुषार्थ अभी नहीं चल सकेंगे. എന്തൊക്കെയോ നേടിക്കഴിഞ്ഞു എന്നുള്ള പുരുഷാർത്ഥമാണ് ഇപ്പോൾ കുട്ടികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബാബ ഈ ഒരു തണുത്ത പുരുഷാർത്ഥം അല്ലെങ്കിൽ മധുരമായ പുരുഷാർത്ഥം ഇനി നടക്കില്ല. ജിतना ശക്തി രൂപമേ സ്ഥിതി ഹോങ്കെ തോ പുരുഷാർത്ഥി ഭി ശക്തിശാലി ഹോങ്കെ. എത്രത്തോളം ശക്തി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നുവോ അത്രയും പുരുഷാർത്ഥവും ശക്തിശാലിയായിരിക്കും. അഭി പുരുഷാർത്ഥ് ശക്തിശാലി നഹി ഹെ. ഇപ്പോൾ പുരുഷാർത്ഥം ശക്തിശാലിയല്ല, തണുത്ത പുരുഷാർത്ഥമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുരുഷാർത്ഥി तो सभी है, लेकिन पुरुषार्थ शक्तिशाली जो होना चाहिए वो शक्ति पुरुषार्थ में नहीं भरी है. ബാബ പറയാണ്, എല്ലാവരും പുരുഷാർത്ഥികളാണ്, എന്നാൽ പുരുഷാർത്ഥം എത്രത്തോളം ശക്തിശാലിയാകണോ ആ വിധത്തിൽ ആരുടെയും പുരുഷാർത്ഥം ശക്തിശാലി ആയിട്ടില്ല. സവേരെ ഉഠത്തെ ഹി പുരുഷാർത്ഥ മേ ശക്തി ഭർനെ കോയി നാ കോയി പോയിന്റ് സാമനെ രഖോ. ബാബ പുരുഷാർത്ഥം വർദ്ധിപ്പിക്കാനുള്ള, കൂട്ടാനുള്ള വഴി പറഞ്ഞു തരികയാണ്. അതിരാവിലെ അമൃതവേളയിൽ എഴുന്നേറ്റ ഉടനെ തന്നെ എന്തെങ്കിലും പോയിന്റിന് മുന്നിൽ കൊണ്ടുവരണം. ജ്ഞാനത്തിൻ്റെ പോയിന്റ്, പുരുഷാർത്ഥത്തിനുള്ള പോയിന്റ് മുന്നിൽ വെക്കണം. അമൃതവേളെ ജैसे रूह ध्यान करते हो वैसे ही अपने पुरुषार्थ को शक्तिशाली बनाने के लिए कोई ना कोई पॉइंट विशेष रूप से बुद्धि में याद रखो. അമൃതവേളയിൽ എങ്ങനെയാണോ ആത്മീയ സംഭാഷണം ചെയ്യുന്നത് അതേപോലെ തന്നെ തൻ്റെ പുരുഷാർത്ഥത്തെ ശക്തിശാലിയാക്കാൻ വേണ്ടി എന്തെങ്കിലും പോയിൻ്റ് വിശേഷ രൂപത്തിൽ ബുദ്ധിയിൽ വെക്കണം. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണെന്നോ അല്ലെങ്കിൽ ഞാൻ സഫലതാമൂർത്തിയാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സമാനം, എന്തെങ്കിലും അഭിനഹിതോ കഭിനഹി, ഇപ്പോഴില്ലെങ്കിൽ പിന്നീട് ഒരിക്കലുമില്ല, അങ്ങനെയുള്ള പോയിൻ്റൊക്കെ ബുദ്ധിയിൽ വെച്ച് പുരുഷാർത്ഥത്തെ കൂട്ടണം. അഭി വിശേഷ പുരുഷാർത്ഥ കർണയ്ക്ക് ആവശ്യകത ഹെ. ഇപ്പോൾ വിശേഷിച്ച് പുരുഷാർത്ഥം ചെയ്യേണ്ട ആവശ്യമാണ് ഉള്ളത്. സാധാരണ പുരുഷാർത്ഥ കർണയ്ക്ക് ദിൻ അഭി ബീത് രഹേ ഹെ. സാധാരണ രീതിയിൽ പുരുഷാർത്ഥം ചെയ്യാനുള്ള ആ സമയമെല്ലാം കടന്നുപോയി. ജैसे വിശേഷ ഫംഗ്ഷൻ ആദ്യക്കെ പ്രോഗ്രാം രഖ്തേ ഹെ നാ, എങ്ങനെയാണോ വിശേഷ ഫംഗ്ഷൻ എല്ലാം പ്രോഗ്രാം എല്ലാം വെക്കാറുണ്ടല്ലോ, അതേപോലെ തന്നെ ഇപ്പോൾ ഇത് മനസ്സിലാക്കണം, സമയം അല്പമേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. ഉസ്മേ വിശേഷ പുരുഷാർത്ഥിക പ്രോഗ്രാം രഖ്നാ ഹെ. അതിൽ വിശേഷിച്ച് പുരുഷാർത്ഥം ചെയ്യാനുള്ള പ്രോഗ്രാം വെക്കണം. ഈ കുറച്ച് സമയത്തിനുള്ളിൽ പുരുഷാർത്ഥത്തിനുള്ള പ്രോഗ്രാം വെക്കണം. ഈ വിശേഷ പുരുഷാർത്ഥ കർണിക്ക ലക്ഷ്യ രേഖ ആകെ ബഡോ. അങ്ങനെ പുരുഷാർത്ഥത്തിനുള്ള ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകണം. അഗർ ഐസെ ടീലി റിസൾട്ട് മേ रहेंगे तो जो आने वाली परीक्षाएं उनकी റിസൾട്ട് क्या रहेंगे. തണുത്ത പുരുഷാർത്ഥമാണ് മുന്നോട്ട് പോകുന്നെങ്കിൽ വരാനിരിക്കുന്ന പരീക്ഷകളുടെ മുന്നിൽ എന്ത് റിസൾട്ടായിരിക്കും. പരീക്ഷയും കടി ആനേ വാല ഹെ.
കടുത്ത പരീക്ഷകളാണ് വരാനിരിക്കുന്നത്. ഉസ്കാ സാമനെ കർനെ കെ ലിയെ പുരുഷാർത്ഥ് ഭി കടാ ചാഹിയെ. അതിനെ നേരിടാൻ കടുത്ത പുരുഷാർത്ഥം തന്നെ വേണം, തീവ്ര പുരുഷാർത്ഥം തന്നെ വേണം. അഗർ പുരുഷാർത്ഥ സാധാരൺ പരീക്ഷ കടി തോ റിസൾട്ട് ക്യാ ഹോങ്കി. പുരുഷാർത്ഥം സാധാരണ പുരുഷാർത്ഥവും പരീക്ഷ വളരെ കടുത്തതും അങ്ങനെ ആവുമ്പോൾ റിസൾട്ട് എന്തായിരിക്കും? ബാപ്പ ചോദിക്കുകയാണ്. ഇനി ബാപ്പ പറയണം, ഏക് ബാത് യാദ് രഖേംഗെ തോ ഷോ കേസ് സേ ഷോ കരേംഗെ. ജോ കർമ്മ ഹം കരേംഗെ ഹംകോ ദേഖ് ഔർ കരേംഗെ. ഒരു കാര്യം ബാബ ഓർമ്മിക്കാൻ പറയണം. ഷോക്കേസിൽ എന്താ വെക്കുക? കാണാനുള്ള സാധനങ്ങളാണ് വെക്കുക. അപ്പോൾ ബാബ പറയണ ഷോക്കേസിലൂടെ ഷോ ചെയ്യണം. അർത്ഥം, ഞാൻ എന്ത് കർമ്മം ചെയ്യുന്നുവോ അത് നോക്കി മറ്റുള്ളവരും ചെയ്യും. ഇത് ഓർമ്മിക്കാൻ പറയണം ബാബ. ഹരേക്ക് കോ സംജന ചാഹിയെ മേ അക്കേല നഹി ഹൂം. ഓരോരുത്തരും മനസ്സിലാക്കണം, ഞാൻ ഒറ്റയ്ക്കേ അല്ല. മേരെ പീछे ആകെ പീछे സാരി രാജധാനി ഹെ. എൻ്റെ മുന്നിലും പിന്നിലുമായി മുഴുവൻ രാജധാനിയുമാണുള്ളത്. സത്യുഗി രാജധാനിയാണുള്ളത്. മേരി പ്രജ മേര ഭക്ത് മുझे देख रहे हैं. എൻ്റെ പ്രജകൾ, എൻ്റെ ഭക്തർ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹം അക്കേലെ നഹി ഹെ. അതിനാൽ ഞാൻ ഒറ്റയ്ക്കല്ല. അക്കേലെ ജോ കാം കിയാ ജാതാ ഹെ ഉസ്കോ ഇतना വിചാർ नहीं रहता है. ഒറ്റയ്ക്ക് എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് അത്രയ്ക്കും നമ്മൾ ചിന്തിക്കാറില്ല. അഭി अपने को प्रजा अपनी प्रजा और भक्तों के बीच में समझना है. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ പ്രജയും എൻ്റെ ഭക്തരുടെയും ഇടയിലാണ് ഞാൻ, ഒറ്റയ്ക്കല്ല. ഇവരെല്ലാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അനുകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സബി ആപ്കോ ഫോളോ കരേംഗെ. എല്ലാവരും നിങ്ങളെ അനുകരിക്കും. ജോ ബി സെക്കൻഡ് കദം ചൽത്താ ഹേ वो तुम्हारा संस्कार आपके जो भक्त और प्रजा है उनमें भरता जाएगा. അതുകൊണ്ട് ഓരോ സെക്കൻഡും നമ്മൾ എന്ത് ചുവട് വയ്ക്കുന്നുവോ അത് നമ്മുടെ സംസ്കാരമായിട്ട് ആപ്കെ ജോ ഭക്ത് പ്രജാക്ക് ഉന്മേ ഭി ഭർത്താ ജായേഗ. നമ്മളിലും മാത്രമല്ല, നമ്മുടെ പ്രജയിലും ഭക്തരിലും അവരിലും റെക്കോർഡാകും. അവരും ഇതുപോലെയൊക്കെ ചെയ്യും, നമ്മൾ ചെയ്തതുപോലെയൊക്കെ അവരും ചെയ്യും. ജैसे माम के पेट में गर्भ होता है तो कितने संभाल करते हैं. എങ്ങനെയാണോ ഒരു അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ അത് അവർ വളരെയധികം കെയർഫുൾ ആയിരിക്കുന്നത്. क्योंकि माम जो करेंगे जो खाएंगे वो संस्कार बच्चे में भरेंगे. കാരണം എന്താ? അമ്മ എന്ത് ചെയ്യുന്നുവോ എന്ത് കഴിക്കുന്നുവോ അതൊക്കെ കുട്ടിയിലും ആ സംസ്കാരം റെക്കോർഡാകും. तो आप सभी को भी इतना ध्यान रखना है, जो कर्म हम करेंगे हमको देख हमारी प्रजा और हमारे ऊपर से कलयुग तक के भक्त भी ऐसे बनेंगे, मंदिर भी ऐसे बनेंगे. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണമെന്ന് ബാബ പറയാണ്. ഞാൻ എന്ത് കർമ്മം ചെയ്യുന്നുവോ അത് നോക്കി എൻ്റെ പ്രജകളും ചെയ്യും. ദ്വാപരയുഗത്തിലും അതേപോലെ കലിയുഗം വരെയുള്ള ഭക്തർ അങ്ങനെയുള്ളവരായിരിക്കും. ക്ഷേത്രവും അങ്ങനെയുള്ളതേ എനിക്ക് വേണ്ടി പണിയുകയുള്ളൂ. മൂർത്തി ബി ഐസേ ബനേങ്കി. മൂർത്തിയും അതുപോലെയായിരിക്കും ഉണ്ടാക്കുക. മന്ദിർ കോ സ്ഥാൻ ബി ഐസേ മിലേക. ക്ഷേത്രത്തിനുള്ള സ്ഥലവും അങ്ങനെയായിരിക്കും കിട്ടുക. ചിലരുടെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, നല്ല ക്ഷേത്രമായിരിക്കും, പക്ഷേ ഭക്തരൊന്നും ഉണ്ടാവില്ല. വലിയ ക്ഷേത്രമായിരിക്കും, ഭക്തരൊന്നും ഉണ്ടാവില്ല. ചില ക്ഷേത്രങ്ങൾ വളരെ ചെറിയ ക്ഷേത്രമായിരിക്കും, എന്നാലോ ഭക്തർ അനവധിയായിരിക്കും. ചില ക്ഷേത്രങ്ങളോ നഗരത്തിൻ്റെ ഇതായിരിക്കും, ചിലത് കാടിനുള്ളിലൊക്കെ ആയിരിക്കും, ചിലത് എങ്ങനെയായിരിക്കും, ആൽത്തറയുടെ റോഡ് സൈഡ് ആൽത്തറയിൽ ആയിരിക്കും. ഒരു ചെറിയൊരു കല്ല് വെച്ചിട്ടുണ്ടാവും, അതിൽ രാവിലെ ആരെങ്കിലും ഒരാൾ വന്ന് പൂജ ചെയ്യും, കഴിഞ്ഞു. അപ്പം അങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്തിൻ്റെ ബേസിലാണ്? നമ്മൾ സംഗമയത്തിലെ ബ്രാഹ്മണർ, ദേവതയാകാൻ പോകുന്നവർ ചെയ്യുന്ന പുരുഷാർത്ഥത്തിൻ്റെ ആധാരത്തിലാണ്. അതുകൊണ്ട് അങ്ങനെ റോഡ് സൈഡുള്ള ഭക്തർ ക്ഷേത്രം കെട്ടിക്കഴിഞ്ഞാൽ അവിടെ എത്ര പേര് വരും? എങ്ങനെയുള്ള പൂജ ഉണ്ടാവും?
സാധാരണ ക്ഷേത്രത്തിലുള്ള പൂജ പോലെ അവിടെ നടക്കുമോ? അങ്ങനെയുള്ള നിറയെ ഭക്തർ വരുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ബാബ പറയണം, മൂർത്തി അങ്ങനെയായിരിക്കും, ക്ഷേത്രത്തിൻ്റെ സ്ഥലവും അങ്ങനെ തന്നെ ആയിരിക്കും കിട്ടുക. ഇസ്ലിയെ ഹമേഷ ലക്ഷ്യ രഖോ കി ഹം അഭി അക്കേലെ നഹീ ഹൈ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ ഒരു ലക്ഷ്യം വെക്കണം, ഞാൻ ഒറ്റയ്ക്കല്ല. ഹം മാസ്റ്റർ രചയിതാക്കെ സാത്ത് രചന ബി ഹേ. ഞാൻ മാസ്റ്റർ രചയിതാവിനോടൊപ്പം രചനയും കൂടിയാണ്. മാസ്റ്റർ രചയിതാവിനോടൊപ്പം രചന കൂടിയാണ്. അതായത് എനിക്ക് വേണ്ടുന്നത് എന്താണോ അതന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാം ബാബ് ജബ് അക്കേലെ ഹോത്ത ഹേ तो जो भी करे लेकिन अपनी रचना के सामने होते तो कितना ध्यान देता है. അച്ഛനും അമ്മയും ഒറ്റയ്ക്കാവുന്ന സമയത്ത് അവരെന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷേ അവരുടെ മുന്നിൽ കുട്ടികളുണ്ടെങ്കിൽ അവർ വളരെ കെയർഫുള്ളാകും. തല്ലോ വഴക്കൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മക്കൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞ രീതിയിൽ അവർ ശ്രദ്ധിക്കും. തോ ആപ് ബി രചയിതാഹോ, നിങ്ങളും രചയിതാവാണ്. ജോ രചയിത കരേങ്കി വഹി രചന കരേങ്കി. അതുകൊണ്ട് ബാബ പറയണം, നമ്മൾ രചയിതാവ് എന്ത് ചെയ്യുന്നുവോ അത് നമ്മുടെ രചനകളും ചെയ്യും, നമ്മുടെ പ്രജകളും ഭക്തരും ചെയ്യും. ജബ് അപ്നെ ഊപ്പർ ജിമ്മേവാരി സമझेंगे तो ജിമ്മേവാരി പഠने से അൽപേലാപ്പൻ ആലസ്യ ഖതം ഹോ ജായേഗ. ബാബ ഒരു യുക്തി പറഞ്ഞു തരികയാണ്. അശ്രദ്ധയും അലസതയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്വം, ഇത്രയും വലിയ ഉത്തരവാദിത്വ ബോധം നമുക്ക് ഉണ്ടാക്കണം. ബാബ എങ്ങനെ ഒരു ഉത്തരവാദിത്വ ബോധം വരുമ്പോൾ നമ്മുടെ അശ്രദ്ധയും അലസതയും എല്ലാം ഇല്ലാതാക്കും. കോൺസി ജിമ്മേവാരി ഹേ, എന്ത് ഉത്തരവാദിത്വമാണുള്ളത്? ജോ കർമ്മ ഹം കരേങ്കി ഹരേക്ക് സിതാരേക്കോ അപ്നെ ദുനിയാക്കി പരഗ് രഖനെ ഹേ. ജോ കർമ്മ ഹം കരേങ്കെ, ഞാൻ എന്ത് കർമ്മം ചെയ്യുന്നുവോ ഹരേക്ക് സിതാരേക്കോ അപ്നി ദുനിയാക്കോ പരഗ് രഖനെ. ഓരോ നക്ഷത്രത്തെയും തൻ്റെ ലോകത്തെയും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഫിർ കോയിക്ക് ചോട്ടി ദുനിയ കോയിക്ക് ബഡി ദുനിയ. അതുകൊണ്ട് ബാബ പറയണേ, ചിലർക്ക് വളരെ നല്ല രാജധാനി കിട്ടും, ചിലർക്ക് ചെറിയ രാജധാനി കിട്ടും. വലിയ ലോകം കിട്ടും, ചെറിയ ലോകം കിട്ടും. അതുകൊണ്ട് കെയർഫുള്ളായിരിക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നോ അത് മറ്റുള്ളവരും ചെയ്യും. അപ്പോൾ ബാബ അലസത ഇല്ലാതാക്കാനുള്ള യുക്തികളും ഇതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓം ശാന്തി. അപ്പോൾ സമയം ഇത്രയും ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത്, ഇത്രയും കാലം ഐസേ സമയമായുക, ഇങ്ങനെയുള്ള സമയം വരും എന്നാണ് മുരളിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയം ഇപ്പോൾ നമ്മുടെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പുരുഷാർത്ഥം ചെയ്യാനുള്ള, തീവ്ര പുരുഷാർത്ഥം ചെയ്യാനുള്ള സമയമാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോ സെക്കൻഡും ഓരോ സങ്കല്പവും ശ്വാസശ്വാസം സഫലമാക്കാനുള്ള സമയമാണ്. ഇത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ പുരുഷാർത്ഥം ചെയ്യാനുള്ള സമയവും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും എന്നുള്ളത് ബാബ ഓർമ്മപ്പെടുത്തി തരികയാണ്. ഓം ശാന്തി.